നിങ്ങളുടെ ജീവിതത്തിൽ തീരത്തേക്ക് ആദ്യമായിട്ടാണോ ഇങ്ങനെ കാണുന്നത്? ഈ കണ്ടെയ്നർ വഴി വരുന്ന ആദ്യമായിട്ടാണ് വരുന്നത് നമ്മുടെ തീരത്തേക്ക്. കപ്പൽ ഇവിടെ താന്ന് ഇല്ലല്ലോ, ഇവിടെ കപ്പൽ മുങ്ങിയായിട്ടൊന്നും നമ്മുടെ അറിവിലില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് സംഭവിച്ചിങ്ങനെ എനിക്ക് ഇത് എം ഡി ആയിട്ടാണ് ഇങ്ങനെ ഒഴി വന്നത്. വെയിറ്റ് ഇല്ല, ഇത് വെയിറ്റ് ഇല്ലാത്തതിൻ്റെ ഒഴി വരുന്നത്. ഈ വരുന്ന ഇപ്പോൾ 5 കാണാറുണ്ട് നിലവിൽ. നമുക്ക് ഇവിടെ നോക്കി 5 കാണാൻ വരുന്നത്. 5 ഉണ്ട്. 5 വരുന്നതാണ്. കടലിൽ കൂടി 5 വീണ്ടും ഒഴുകി വരിക. വീണ്ടും ഒഴി വരുന്നുണ്ട്. അതുപോലെ കാണുന്ന 5 ഒഴി വരുന്നത്. നമുക്ക് ഇവിടെ നോക്കി 5 കാണാം. ആ 5 എം ഡി ആയിട്ടാണ് ഇങ്ങനെ ഒഴി വരുന്നത്. ഒരെണ്ണം പൊളിഞ്ഞതിൻ്റെതായി ഇവിടെ പകുതി ഇവിടെ അടിഞ്ഞ് കണ്ട. ഇല്ല, ഡോറല്ല, ഇതിൻ്റെ ഡോറല്ല. ഇത് ഒരെണ്ണം പൊളിഞ്ഞതിൻ്റെ ബാക്കി പോയിട്ടുണ്ട് ഇതിൽ നിന്ന്. അതിൻ്റെ ബാക്കി സാധനം ഇപ്പോൾ ഇവിടെ വന്ന് അടിഞ്ഞത്. ബാക്കി ഇനി 5 ഇവിടെ നിന്ന് ഒഴി വരുന്നത് കാണാം. മിക്കവാറും കൊല്ലത്തായിരിക്കും ഈ കണ്ടെയ്നറിന്റെ ഭൂരിപക്ഷവും. എന്തുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ഇത് ഒഴുകുന്നത്? ഈ വെള്ളവും കാറ്റും കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം തെക്കോട്ട് വലിക്കുകയാണ്, കാറ്റ് പടിഞ്ഞാറുന്ന് കിഴക്കോട്ടിരിക്കുന്നത്. അപ്പോൾ തെക്കോട്ട് വലിക്കുന്ന സാധനങ്ങൾ കാറ്റിന് കിഴക്കോട്ട് അടിഞ്ഞ് ഇവിടെ വന്ന് അടിയുന്നതാണ്. അത് ഈ കരുനാപ്പള്ളി മുതൽ അല്ലെ കായംകുളം മുതൽ തെക്കോട്ട് ഈ സാധനം കിട്ടത്തുള്ളൂ, വടക്കോട്ട് കിട്ടത്തില്ല. ഭയങ്കര റഫാ. അപ്പോൾ ആ കാലാവസ്ഥ ഈ പ്രതികൂലമായിട്ട് ഇരിക്കുന്നുണ്ടായി ഇങ്ങോട്ട് പോരുന്നത്. ബോട്ടൊക്കെ ഫിഷിംഗ് ബോട്ടൊക്കെ കണ്ടില്ല, കടലിൽ കിടക്കുന്നത്. ഇറങ്ങി വരുന്ന ബോട്ടിലാണ്. ഇപ്പോൾ കൊല്ലത്ത് പണിയാൻ പറ്റാതെ കൊല്ലത്ത് തങ്കശ്ശേരി കയറി കടന്നിട്ട് അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് വരുന്ന ബോട്ടുകളാണ്. അല്ല, പണിയാൻ പറ്റി കാണത്തില്ല ഈ ബോട്ടുകാർക്കൊന്നും. ഇപ്പോൾ വെള്ളം ഈ തെക്കോട്ട് വലിയുന്നതിൻ്റെ പേരിലാണ് ഈ തെക്കോട്ട് സാധനം ഒഴി വന്നത്. കാറ്റ് പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് ഇരിക്കുന്നതിൻ്റെ പേരിൽ ആ കാറ്റിനെ കൊണ്ട് കിഴക്കോട്ട് ഒഴുകും തോറും കിഴക്കോട്ട് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ സാധനം. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്ന് അടിഞ്ഞത്. ഇതിപ്പോൾ ഈ ബാക്കിയുള്ള കണ്ടെയ്നറിൽ ഏത് ഭാഗത്തോട്ട് പോകാനാ സാധ്യത? അവിടെ കപ്പൽ മുങ്ങിയെടുത്ത് പറഞ്ഞാൽ തെക്കോട്ട് വരുന്നുള്ളൂ. ഈ രീതിയിൽ തന്നെ വരുന്നുള്ളൂ. പിന്നെ വെയിറ്റുള്ള സാധനം എവിടെയെങ്കിലും താന്നിരുന്ന, ഈ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും താന്നിരുന്നാൽ അത് അവിടെ തന്നെ ഇരിക്കും. പിന്നെ അതിന് ബോട്ടുകാരൊക്കെ പണിക്ക് പോകുമ്പോഴല്ലേ വള്ളക്കാർ പണിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായി മാറി, എടുത്ത് മാറ്റിയില്ലെങ്കിൽ. അപകടം ഉണ്ടല്ലേ അതിന്റെ പ്രൊപ്പല്ലറിലൊക്കെ തട്ടാനുള്ള പ്രൊപ്പല്ലറിൽ തട്ടത്തില്ല. ഈ സാധനം നമ്മൾ താഴെ പോയിരിക്കുമ്പോഴേ നമ്മൾ ബോർഡ് വലയൊക്കെ ഇറക്കി വലിക്കുമ്പോൾ വള്ളക്കാർ വല വളയുമ്പം അല്ലെങ്കിൽ ബോട്ടുകാർ വലിക്കുമ്പോൾ ഇതിനകത്ത് കയറി ഉടക്കി ഈ സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു വലയ്ക്കെന്ന് പറഞ്ഞാൽ 10,75,000 വിലയാണ്. ഒരു വല ഉടക്കി പോയ 80,000 ബോട്ടുകാരന് നഷ്ടമാണ് അന്നത്തെ പണി. അത് ഇത് ഫുഡിൻ്റെ കണ്ടെയ്നറാണ്. ഇത് ഫുഡ് പോകുന്നത് നമ്മളൊക്കെ എക്സ്പോർട്ടിംഗ് കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് കറക്റ്റ് ഫ്രീസ് ചെയ്ത് ഫുഡ് പോകുന്ന കണ്ടെയ്നറായത്. ഇതിനകത്ത് ഈ വിഷാംശം ഉള്ളത് മാത്രമല്ല, എല്ലാ ഒരു ഷിപ്പിൻ്റെ അകത്ത് പറഞ്ഞാൽ എല്ലാ കണ്ടെയ്നറും പോകും. അതിൻ്റെ ചിലപ്പോൾ ടൈല് കാണും, ചിലപ്പോൾ മണൽ കാണും, മറ്റുള്ള ഏത് രാജ്യത്ത് എന്ന സാധനമോ ആ സാധനങ്ങളെല്ലാം കാണും ഉറപ്പായിട്ട്. അല്ലാതെ ഈ വിഷാംശമുള്ള കെമിക്കൽ മാത്രം. അതിൻ്റെ അതിൽ പെയിൻറ്റ് കാണും, ചിലപ്പോൾ മിനറൽ വാട്ടർ കാണും. ഇവിടെ അങ്ങനെ എന്താ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലത്തും പോകുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇത് ഫുഡിൻ്റെ കണ്ടെയ്നറാണ് ഉറപ്പായിട്ട്. ഞങ്ങളുടെ എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ പോകുന്ന കണ്ടെയ്നറായത് നമുക്കറിയാവുന്നത്. മനു, തീരത്തുള്ളവർക്ക് മറ്റു ചില ആശങ്കകൾ കൂടിയുണ്ട്. കാര്യം ഇതിൽ ഈ പറയുന്നത് പോലെ ഇത് പിന്നീട് ഇതിപ്പോൾ നമ്മൾ ഈ നിന്ന സ്ഥലത്തു നിന്ന് ഒരു 75 മീറ്ററേക്ക് ഇപ്പോൾ ദൂരേക്ക് മാറിയിട്ടുണ്ട്. ഇത് ആ ഭാഗം നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി അവിടെ ഉറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കടൽ പ്രക്ഷുബ്ധമാവുകയാണെങ്കിൽ വീണ്ടും ഇത് ഇവിടുന്ന് വലിച്ചോട്ട് മറ്റ് ചില ഭാഗങ്ങളിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഈ കടലിൽ തന്നെ നമ്മൾ നേരത്തെ അയ്യപ്പൻ വിഷ്വൽസ് കാണിച്ചു കാണും. ഏതാണ്ട് 5-ലധികം കണ്ടെയ്നറുകൾ ഒഴുകി വരുന്നു എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മറ്റ് ഈ അതിൻ്റെ ഈ നമുക്ക് ഇത് ആ ഭാഗത്തല്ലേ ഇപ്പോൾ വരുന്നത് കണ്ടെയ്നർ? തീർച്ചയായിട്ടും അതാണ് ഇവർ സൂചിപ്പിച്ചത്. തെക്കോട്ടുള്ള ആ ഒഴുക്കിനനുസരിച്ച് ഈ കാറ്റും അതുപോലെ തന്നെ തിരമാലകളുടെ ഒരു അണ്ടർ കറണ്ട് എപ്പോഴും ഉണ്ട്. അടിയൊഴുക്കും അതുപോലെ ഉപരിതലത്തിലെ ഒഴുക്കും അനുസരിച്ച് ഈ കാറ്റിൻ്റെ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ കിഴക്കൻ തെക്കോട്ട് തന്നെ ഇത് വരാനാണ് സാധ്യത. അത് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് പറഞ്ഞിരുന്നത്.